നമസ്കാരം. മോദിക്കെതിരെ ദീദിയുടെ വങ്കനാടൻ വിപ്ലവം. രാജ്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ ബംഗാളിലേക്ക് എത്തിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ സത്യാഗ്രഹം തുടരുന്നു. കൊൽക്കത്ത പോലീസിന് എതിരെ സിബിഐ നൽകിയ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ചിട്ടി തട്ടിപ്പ് അന്വേഷണത്തിൽ പോലീസ് ഇടപെട്ടതിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഗുരുതര പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം എന്ന ആവശ്യവുമായി ബിജെപി രംഗത്തെത്തി. ഗവർണർ ചീഫ് സെക്രട്ടറിയോടും ഡിജിപിയോടും റിപ്പോർട്ട് തേടി. ചിട്ടി തട്ടിപ്പ് കേസിലെ സിബിഐ ഇടപെടലിനെ തുടർന്നുള്ള രാഷ്ട്രീയ നാടകം ബംഗാളിൽ തുടരുകയാണ്. കൊൽക്കത്തയിലെ ധരംതലയിൽ ഇന്നലെ രാത്രി തുടങ്ങിയ സത്യാഗ്രഹവുമായി മുന്നോട്ടു പോവുകയാണ് മമതാ ബാനർജി. സംസ്ഥാന സർക്കാരിനും പോലീസിനും ഉടനടി മറുപടി നൽകുകയെന്ന ലക്ഷ്യത്തോടെ സുപ്രീം കോടതിയെ സമീപിച്ച സിബിഐയുടെ നീക്കം ഫലം കണ്ടില്ല. ചീഫ് സെക്രട്ടറി, ഡിജിപി, പോലീസ് കമ്മീഷണർ എന്നിവർക്കെതിരെ കോടതിയലക്ഷ്യ നടപടി തേടിയും കമ്മീഷണർ രാജീവ് കുമാർ കീഴടങ്ങണമെന്നാവശ്യപ്പെട്ടുമാണ് സിബിഐ ഹർജി. സംസ്ഥാനത്ത് അസാധാരണ സംഭവങ്ങളാണ് നടക്കുന്നതെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു. എന്നാൽ സിബിഐയുടെ ഹർജി വായിച്ചപ്പോൾ പോലീസ് കമ്മീഷണറുടെയോ സർക്കാരിന്റെയോ ഇടപെടലിന് തെളിവൊന്നും കണ്ടിട്ടില്ലെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ മറുപടി. നാളെ രാവിലെ ഹർജികളിൽ വാദം കേൾക്കും. ഒരു തുണ്ട് തെളിവെങ്കിലും നൽകിയാൽ ഇടപെട്ടവർ ദുഃഖിക്കും വിധം കർശന നടപടിയുണ്ടാകുമെന്നാണ് കോടതിയുടെ മുന്നറിയിപ്പ്. ഉദ്യോഗസ്ഥരെ വേട്ടയാടാനാണ് സിബിഐ ശ്രമമെന്ന് ബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഷേക് സിംഗ്വി ആരോപിച്ചു. സിബിഐയെ തടഞ്ഞതിൽ ഗവർണർ കേസരിനാഥ് ത്രിപാഠി ഡിജിപിയോടും ചീഫ് സെക്രട്ടറിയോടും റിപ്പോർട്ട് തേടി. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണമെന്ന ആവശ്യവുമായി ബിജെപി നേതാക്കൾ രംഗത്തെത്തി. ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയെന്ന് രാജ്നാഥ് സിംഗ് ലോക്സഭയെ അറിയിച്ചു. मैं समझता हूं कि ऐसी घटना देश के इतिहास में अनप्रेसिडेंटेड है. राज्यपाल को यह भी कहा है कि पूरे मामले की एक रिपोर्ट वह भेजने का कष्ट करें. പാർലമെന്റിന്റെ ഇരുസഭകളും തൃണമൂൽ അംഗങ്ങളുടെ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി. പോലീസ് ഇടപെടലിന് തെളിവ് നൽകുകയെന്നതാണ് സിബിഐക്ക് മുന്നിൽ ഇനിയുള്ള വെല്ലുവിളി. കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ കോടതി സംസ്ഥാന സർക്കാരിനെതിരെ ഇടപെടും. ഇല്ലെങ്കിൽ മറിച്ചാകും കാര്യങ്ങൾ. സുപ്രീം കോടതിയിൽ നിന്നും ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. പ്രതികൂല സാഹചര്യങ്ങളിൽ ജനങ്ങളെ കൂട്ടുപിടിച്ച് നേട്ടമുണ്ടാക്കുന്ന മമതാ ബാനർജിയുടെ പതിവ് രാഷ്ട്രീയ തന്ത്രമാണ് കൊൽക്കത്തയിൽ സിബിഐക്കെതിരെയും നടക്കുന്നത്. അഴിമതി കേസിനെ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വൈരാഗ്യം എന്ന ആരോപണം കൊണ്ട് മറികടക്കുന്നതോടൊപ്പം പ്രതിപക്ഷ ഐക്യത്തിന്റെ കടിഞ്ഞാൺ കൂടി ഏറ്റെടുക്കുകയാണ് മമത. ചിട്ടിഫണ്ട് കുംഭകോണത്തിൽ കനത്ത തിരിച്ചടി എന്ന വാർത്തയാണ് ഈ നാടകത്തിലൂടെ മമതാ ബാനർജി തിരുത്തി എഴുതിയത്. ഒപ്പം പ്രധാനമന്ത്രി മോദിക്കും ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കും അതേ നാണയത്തിൽ മറുപടി കൊടുക്കുന്ന നേതാവെന്ന പ്രതിച്ഛായ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാനും കഴിഞ്ഞു. ഈ പ്രതിച്ഛായ വളർത്തിയെടുക്കാനുള്ള ശ്രമം മമത തുടങ്ങിയിട്ട് നാൾ ഏറെയായി. അറിഞ്ഞോ അറിയാതെയോ മമതയുടെ ഈ ശ്രമത്തിന് എണ്ണ പകരുകയാണ് സിബിഐ. സിബിഐക്ക് സ്വന്തം ന്യായങ്ങളുണ്ടാകാം. പക്ഷേ തിരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുമ്പോഴാണ് ഈ നടപടി. അതും ബിജെപി ദേശീയ അധ്യക്ഷൻ റാലിക്ക് അനുമതി നിഷേധിച്ചടക്കമുള്ള നടപടികൾ മമതാ ബാനർജി സ്വീകരിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കുമെതിരെയുള്ള തുറന്ന പോരിന് പിന്തുണ പ്രഖ്യാപിക്കാതിരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ എത്തിക്കാനും അതിലൂടെ തൽക്കാലത്തേക്കെങ്കിലും മഹാപ്രതിപക്ഷ സഖ്യത്തിന്റെ തലപ്പത്തെത്താനും ഈ നാടകത്തിലൂടെ മമതയ്ക്കായി. പാർലമെന്റിലെ പ്രതിപക്ഷ പ്രതിഷേധം അതിന്റെ തെളിവാണ്. പ്രാദേശിക സമ്മർദ്ദം കാരണം മമതയ്ക്കൊപ്പം ചേരാൻ കഴിയാതിരുന്ന ഇടതു പാർട്ടികൾ കേന്ദ്ര നീക്കത്തിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി. നാളെ കോടതി വിധി എതിരായാലും മമതയുടെ ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകില്ല. കോടതി നിർദ്ദേശിക്കുന്നത് എന്തായാലും അത് അനുസരിക്കുകയും ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോരാട്ടം മുന്നോട്ട് നയിക്കുകയുമാവും മമതയുടെ അടുത്ത തന്ത്രം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ബംഗാൾ രാഷ്ട്രീയത്തിന്റെ ഗതി തിരിച്ചുവിട്ടതിൽ നിർണായകമായിരുന്നു ശാരദാ ചിട്ടി. നക്സൽ നേതാവായിരുന്ന സുദീപ് സെന്നിനെ അമരക്കാരനാക്കി തൃണമൂൽ നേതാക്കളായിരുന്നു അണിയറയിൽ. റോസ്വാലി, ശാരദ എന്നീ 2 കമ്പനികളും ഇവയുടെ ഉപകമ്പനികളും ചേർന്ന് 12,675 കോടി രൂപ തട്ടിച്ചു എന്നാണ് കേസ്. ബംഗാൾ രാഷ്ട്രീയത്തിൽ തൃണമൂൽ കോൺഗ്രസ് സാധാരണക്കാരിലേക്കിട്ട പാലമായിരുന്നു ശാരദാ ചിട്ടിയും റോസ്വാലിയും. കളക്ഷൻ ഏജന്റുമാരായി 3 ലക്ഷത്തോളം യുവാക്കൾ, എല്ലാവരും പാർട്ടി പ്രവർത്തകർ. അവർ ഇപ്പോഴും പാർട്ടിയിൽ തന്നെ നിൽക്കുന്നു. ഏജന്റുമാർക്ക് 40% വരെ കമ്മീഷൻ. ചിട്ടിയിൽ 100 രൂപ മുതൽ നിക്ഷേപിക്കാൻ അവസരം. എല്ലാ മണി ചെയിൻ കമ്പനിയും ഒരുപോലെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വരവ് നിലച്ച് കമ്പനി പൂട്ടി. ശാരദാ ചിറ്റ്സ് 2,394 കോടി രൂപയും റോസ്വാലി 10,281 കോടി രൂപയും നിക്ഷേപകർക്ക് തിരികെ നൽകിയിട്ടില്ലെന്നാണ് കേസ്. നടത്തിപ്പുകാരനായ പഴയ നക്സൽ നേതാവ് സുദീപ് സെൻ സിബിഐക്ക് അയച്ച കത്താണ് തൃണമൂൽ നേതാക്കളെ പ്രതിസ്ഥാനത്ത് എത്തിച്ചത്. തൃണമൂലിന്റെ 18 നേതാക്കളുടെ പേരാണ് കത്തിൽ ഉണ്ടായിരുന്നത്. ബംഗാളിൽ പണം കിട്ടാത്ത സാധാരണക്കാർക്കായി സർക്കാർ നേരിട്ട് 500 കോടി രൂപ വിതരണം ചെയ്തു. ഇതാണ്
പാർട്ടി പ്രവർത്തകർ ഇപ്പോഴും മമതയ്ക്കൊപ്പം തുടരാൻ കാരണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ ഋഷികുമാർ ശുക്ല CBI മേധാവിയായി ചുമതലയേറ്റു. കൊൽക്കത്തയിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് വേഗത്തിലുള്ള ചുമതലയേൽക്കൽ. മധ്യപ്രദേശ് മുൻ DGPയാണ് ഋഷികുമാർ ശുക്ല. 2 വർഷത്തേക്കാണ് അദ്ദേഹത്തിന്റെ നിയമനം. ശാരദാ തട്ടിപ്പ് കേസിൽ മമതാ ബാനർജിയും BJPയും ഇതുവരെ ഒത്തുകളിച്ചുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മമതയെ ഒപ്പം നിർത്താനാകുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോഴാണ് CBI പരിശോധന നടത്തിയത്. ബംഗാൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം നടക്കണമെന്നും കോടിയേരി പറഞ്ഞു. ഇനി BJPയുടെ കൂടെ മമതയെ കിട്ടില്ല എന്ന് വന്നപ്പോൾ നടത്തുന്ന ഒരിടപെടലാണ് CBIയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന നീക്കം. പക്ഷേ CBI ഇത്തരം കേസുകളിൽ പലപ്പോഴും രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി CBI ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിൽ ഒരു കാരണവശാലും ഈ അഴിമതി കേസിൽപ്പെട്ട മമതാ ബാനർജിയെ സംരക്ഷിക്കുന്ന നില ഉണ്ടായിക്കൂടാ. എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരണം. CBIക്കായാലും ഏത് ഏജൻസിക്കായാലും അഴിമതി കേസുകൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ശക്തമായ നിലപാടെടുക്കണം. എംപാനൽ ജീവനക്കാരെ പുറന്തള്ളി ഹൈക്കോടതി. തിരിച്ചെടുക്കണമെന്ന ജീവനക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. റിസർവ് കണ്ടക്ടർ തസ്തികയിൽ PSC നിയമന ശുപാർശ ലഭിച്ചവരെ നിയമിക്കണം. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ തർക്കമുണ്ടെങ്കിൽ എംപാനൽ ജീവനക്കാർക്ക് വ്യാവസായിക തർക്കപരിഹാര കോടതിയെ സമീപിക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. KSRTCയിലെ നിയമനങ്ങൾ PSC വഴിയായിരിക്കണമെന്ന് ഹൈക്കോടതി തീർത്തു പറഞ്ഞു. അടിയന്തര ഘട്ടങ്ങളിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കേണ്ടി വന്നാൽ അവരുടെ സർവീസ് 180 ദിവസത്തിൽ കൂടരുത്. KSRTC ഒഴിവുകൾ യഥാസമയം PSCക്ക് റിപ്പോർട്ട് ചെയ്യണം. നിയമനത്തിൽ തർക്കങ്ങൾ ഉണ്ടായാൽ മാത്രമേ സർക്കാർ ഇടപെടാവൂ. കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യാൻ എംപാനൽ ജീവനക്കാരെ ആരും നിർബന്ധിച്ചിരുന്നില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ജോലി ചെയ്തിരുന്ന കാലത്തെ വേതനം സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിൽ ലേബർ കോടതിയെയോ വ്യാവസായിക തർക്ക പരിഹാര സമിതിയെയോ സമീപിക്കണം. എംപാനൽ ജീവനക്കാർക്ക് KSRTC വ്യാജ പ്രതീക്ഷ നൽകിയെന്ന് കോടതി വിമർശിച്ചു. നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടി നൽകാൻ KSRTC തയ്യാറായില്ലെന്നും ഉത്തരവിൽ പരാമർശമുണ്ട്. പിരിച്ചുവിട്ടതിനെതിരെ എംപാനൽ ജീവനക്കാരും നിയമനം ലഭിക്കാത്തതിനെതിരെ അഡ്വൈസ് കിട്ടിയ ഉദ്യോഗാർത്ഥികളും നൽകിയ ഹർജികളിലാണ് ഹൈക്കോടതി ഉത്തരവ്. ന്യൂസ് 18 കൊച്ചി. ഹൈക്കോടതി വിധിയോടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട നിലയിലാണ് എംപാനൽ കണ്ടക്ടർമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മൃതദേഹം പോലെ വെള്ളപുതച്ച് കിടന്നായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. പിരിച്ചുവിട്ടവരെ നിയമിക്കേണ്ടതില്ലെന്ന കോടതി വിധി അറിഞ്ഞതോടെ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ട നിലയിലാണ് എംപാനൽ ജീവനക്കാർ. ഇനി സർക്കാർ വിചാരിച്ചാൽ ചെയ്യാവേണ്ടതേ ഉള്ളൂ. എല്ലാവരും അനുകൂലമായിട്ടില്ല നിൽക്കുന്നത്. സർക്കാരും കൂടി അനുകൂലമാക്കിയ മുന്നിൽ എല്ലാ പാർട്ടിക്കാരും എല്ലാ സംഘടനകളും സർക്കാരും കൂടി വിചാരിച്ചാൽ എന്ത് നടക്കാൻ പറ്റുന്ന കാര്യമുണ്ട്, നടക്കാൻ പറ്റുന്ന എല്ലാ സമയം മൊത്തവും ഇതിനകത്ത് പോയില്ലേ സാർ. ഇനി നമ്മളെ എന്ത് ആവശ്യത്തിന് വേണ്ടി നമുക്ക് മറ്റൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മളെ മക്കളെ വളർത്തണ്ടേ. മുഖ്യമന്ത്രിയോട് മാത്രമേ പറയാനുള്ളൂ, ഞങ്ങൾ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കുക എന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി വിചാരിച്ചാൽ മാത്രമേ എന്തും ചെയ്യാൻ പറ്റൂ. കോടതി വിധി വന്നതോടെ മൃതദേഹം എന്നതുപോലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്വയം വെള്ളപുതച്ച് കിടന്നായിരുന്നു പ്രതിഷേധം. ഭൂരിഭാഗം പേർക്കും 10 വർഷത്തിലേറെ സർവീസ് ഉള്ളതിനാൽ സർക്കാർ ഇടപെട്ട് ഏതെങ്കിലും വിഭാഗത്തിൽ ജോലി ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. 10-12 വർഷമായി ഞാനൊക്കെ സർവീസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ കോടതി വിധി കൂടി വന്നതുകൂടി സർക്കാർ കണ്ണു തുറക്കാത്തൊരവസ്ഥയിൽ ഞങ്ങളൊരു ജീവശവം പോലെ ആയിരിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെല്ലാം വയ്യാത്ത അമ്മമാര്, മക്കളെ പഠിത്തം, ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ടാണ് നിൽക്കുന്നത്. കോടതി വിധി അനുകൂലമായിട്ടില്ലെങ്കിലും പകരം ജോലി ലഭിക്കുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. എല്ലാവരുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്ന് KSRTC നിയുക്ത MD MP ദിനേശ്. KSRTCയെക്കുറിച്ച് വാർത്തകളിലൂടെയുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസം തന്നെ MDയായി ചുമതലയേൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് പോകുന്നൊരു സ്ഥലമാണ്. ഞാൻ മാധ്യമങ്ങളിൽ കണ്ട വാർത്തകളല്ലാതെ കാര്യങ്ങളൊന്നും അറിയില്ല. പോയ ശേഷം മാത്രമേ എന്താണെന്നുള്ളതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാവരെയും സഹകരിച്ച് പോകുന്നൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ എല്ലാവരെയും സഹകരിച്ച് തന്നെ പോകുന്നുണ്ടാവുക. ശരിക്കും ഇടത് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 90,000 പേർക്ക് നിയമന ശുപാർശ നൽകിയെന്ന് മുഖ്യമന്ത്രി. വിവിധ വകുപ്പുകളിലായി 18,000 പുതിയ തസ്തിക സൃഷ്ടിച്ചു. നിയമനം PSCക്ക് വിട്ട സ്ഥാപനങ്ങളിൽ സ്പെഷ്യൽ റൂൾസ് രൂപീകരിക്കാൻ കർശന നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. PSC നിയമനങ്ങൾ വേഗത്തിലാക്കാൻ വരം സോഫ്റ്റ്വെയർ വികസിപ്പിച്ചു. ഒഴിവുകൾ ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യാൻ PSCയുടെ വേക്കൻസി സോഫ്റ്റ്വെയറും ഉപയോഗിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമലയിൽ ദർശനം നടത്തിയത് 2 യുവതികൾ മാത്രമാണെന്ന് സർക്കാർ നിയമസഭയിൽ. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറെ ഉദ്ധരിച്ച് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് വിവരം സഭയെ അറിയിച്ചത്. ആചാര ലംഘനമുണ്ടായാൽ നടയടച്ചുള്ള ശുദ്ധിക്രിയ ദേവസ്വം മാനുവലിൽ പറഞ്ഞിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. ശബരിമല ക്ഷേത്രദർശനം നടത്തിയ യുവതികളുടെ എണ്ണത്തിൽ
സർക്കാരിനു തന്നെ വ്യക്തതയില്ലെന്ന് തെളിയിക്കുന്നതാണ് ദേവസ്വം മന്ത്രിയുടെ മറുപടി. 51 യുവതികൾ ദർശനം നടത്തിയെന്നായിരുന്നു പോലീസ് ആദ്യം സുപ്രീം കോടതിയെ അറിയിച്ചത്. ഈ ലിസ്റ്റിൽ പുരുഷന്മാരും ഉൾപ്പെട്ടെന്ന് തെളിഞ്ഞതോടെ പട്ടിക പുനഃപരിശോധിച്ചു. 34 പേരെ ഒഴിവാക്കി 17 പേരുടെ പട്ടിക നൽകി. എന്നാൽ 2 യുവതികൾ മാത്രമേ ദർശനം നടത്തിയുള്ളൂ എന്നാണ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ടെന്ന് ദേവസ്വം മന്ത്രി ഇന്ന് സഭയെ അറിയിച്ചു. ശശികല എന്ന ശ്രീലങ്കൻ യുവതി ദർശനം നടത്തിയതിന് സ്ഥിരീകരണമില്ല. ശബരിമല ദർശനത്തിനെത്തുന്ന യുവതികൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കണമെന്ന നിർദ്ദേശം സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ആചാര ലംഘനമുണ്ടായാൽ നടയടച്ച് പരിഹാരക്രിയ ചെയ്യുന്നത് തന്ത്രിയുടെ ചുമതലയല്ല. ആചാര അനുഷ്ഠാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തന്ത്രിയിൽ മാത്രം നിക്ഷിപ്തമല്ലെന്നും ദേവസ്വം അധികാരികളുമായി കൂടിയാലോചിക്കണമെന്നും മന്ത്രി പറഞ്ഞു. മണ്ഡലകാലത്തെ ആകെ വരുമാനം 180.18 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം 279.43 കോടി രൂപ ലഭിച്ചിരുന്നെന്നും മന്ത്രി സഭയെ രേഖാമൂലം അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. NSSനെതിരെ വീണ്ടും CPM. NSS ഭയപ്പെടുത്താനോ വിരട്ടാനോ നിൽക്കേണ്ടതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സമുദായ സംഘടനയായ NSS രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട. രാഷ്ട്രീയത്തിൽ ഇടപെടണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്നും കോടിയേരി കോഴിക്കോട്ട് പറഞ്ഞു. എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെങ്കിൽ അവർ സ്വീകരിക്കാം. അവരത് തുറന്ന് പറയട്ടെ, ഞങ്ങൾ UDFന്റെ കൂടെയാണ് അല്ലെങ്കിൽ BJPയുടെ കൂടെയാണ് എന്ന് തുറന്ന് പറയട്ടെ. അത് പറയുന്നതിന് പകരം ഇങ്ങനെ വളഞ്ഞ വഴിയിൽ കൂടിയുള്ള ആക്രമണം വേണ്ട. നേരിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും സുകുമാരൻ നായർ ഇനി ഇടപെടേണ്ടത്. അത്തരത്തിൽ ഇടപെടുന്നതായിരിക്കും നല്ലത്. തുറന്ന സമീപനം അദ്ദേഹം സ്വീകരിക്കട്ടെ. നിഴൽ യുദ്ധം വേണ്ട എന്നാണ് സുകുമാരൻ നായരോട് വ്യക്തമാക്കാനുള്ളത്. സിറോ മലബാർ സഭ സിനഡിന്റെ നിർദ്ദേശങ്ങളെയും മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരിയുടെ ഇടയലേഖനത്തെയും വിമർശിച്ച് ഫോറം ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ്. കന്യാസ്ത്രീകൾക്കെതിരെ ലൈംഗിക ചൂഷണം നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് സഭ ചെയ്യേണ്ടത് എന്ന് ഫോറം പറഞ്ഞു. സാമൂഹ്യ സേവന മേഖലയിൽ പ്രവർത്തനം നടത്തുന്ന വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും ദേശീയ കൂട്ടായ്മയാണ് ഫോറം ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ്. സഭാ സിനഡിന് ശേഷം നിർദ്ദേശങ്ങൾ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിയുടെ ഇടയലേഖനമായി ജനുവരി 18 പള്ളികളിൽ വായിച്ചത്. സഭയിൽ പാലിക്കേണ്ട അച്ചടക്കത്തെക്കുറിച്ചായിരുന്നു ഇത്. അനുവാദമില്ലാതെ സമരങ്ങളിലും ചർച്ചകളിലും പങ്കെടുക്കരുതെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഫോറം ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് രംഗത്ത് വന്നിരിക്കുന്നത്. കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും ലൈംഗിക ചൂഷണങ്ങൾക്കുമെതിരെ നടപടിയെടുക്കുകയാണ് ആദ്യം സഭ ചെയ്യേണ്ടത്. എന്നാൽ സമീപകാല സംഭവങ്ങളിൽ സഭയുടെ നിലപാട് ആശങ്കയുണ്ടാക്കുന്നതാണ്. സഭ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പക്വമായ പ്രതികരണമാണ് മേധാവികളിൽ നിന്നുണ്ടാകേണ്ടതെന്ന് ഫോറം ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് ഓർമ്മിപ്പിച്ചു. സഭ സുതാര്യമാകണമെന്നും എല്ലാവരോടും സഹിഷ്ണുതയാണ് വേണ്ടതെന്നും ഫോറം ഓർമ്മപ്പെടുത്തുന്നു. സഭയ്ക്കകത്തെ അതിക്രമങ്ങൾക്കെതിരെ ആഗോളതലത്തിൽ നടപടിയുണ്ടാകുമ്പോൾ ഇവിടെ അത് മൂടിവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും 75 സന്യസ്തർ പിന്തുണ അറിയിക്കുന്ന കത്തിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ രവി പൂജാരിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനുള്ള നടപടികൾ കേരള പോലീസ് സ്വീകരിച്ചുവെന്ന് IG വിജയ് സാഖറെ. രവി പൂജാരിയുടെ അറസ്റ്റ് സംബന്ധിച്ച സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട് എന്നും വിജയ് സാഖറെ കൊച്ചിയിൽ പറഞ്ഞു. രവി പൂജാരി അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് സെനഗലിലായിട്ടുണ്ടത്. അങ്ങനെ വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ടത്. ഇത് നമ്മുടെ കേസിലെ ഇയാൾ പ്രധാനപ്പെട്ട പ്രതിയാണ്. ശരി, ഇയാൾക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള നടപടി കൊച്ചി പോലീസ് ചെയ്യുന്നുണ്ട്. ഇയാളിൻ്റെ എക്സ്ട്രാഡിഷനിൻ്റെ പ്രോസസ്സ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇയാൾ ഇന്ത്യയിൽ വന്നിട്ട് ശേഷം നമുക്ക് കിട്ടും. രവി പൂജാരി നമ്മുടെ കേസിൽ പ്രതിയാണ്. ഇയാൾക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇയാളുടെ കസ്റ്റഡി ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള നടപടി കൊച്ചി പോലീസ് ചെയ്യുന്നുണ്ട്. മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു കൊല്ലപ്പെട്ട കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണാ നടപടികൾ തുടങ്ങി. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തതായി പോലീസ് കണ്ടെത്തിയ 1 മുതൽ 16 വരെയുള്ള പ്രതികളുടെ വിചാരണാ നടപടികളാണ് ഇന്ന് ആരംഭിച്ചത്. കൂടുതൽ നടപടികൾക്കായി കേസ് മാർച്ച് 28 പരിഗണിക്കാൻ മാറ്റി. നടി ഭാനുപ്രിയയുടെ ചെന്നൈ ടി നഗറിലെ വീട്ടിൽ റെയ്ഡ്. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവിനനുസരിച്ച് നടന്ന റെയ്ഡിൽ പ്രായപൂർത്തിയാകാത്ത 3 പെൺകുട്ടികൾ നടിയുടെ വീട്ടിൽ ഉള്ളതായി കണ്ടെത്തി. ഈ കുട്ടികൾ മനുഷ്യക്കടത്തിന്റെ ഇരകളാണെന്ന് സംശയിക്കുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ബാലികയെ വീട്ടുജോലിക്ക് നിർത്തി പീഡിപ്പിച്ചുവെന്ന ആരോപണം നേരിടുന്നയാളാണ് നടി ഭാനുപ്രിയ. ആന്ധ്രാപ്രദേശിൽ നിന്ന് ചെന്നൈയിലേക്ക് ഒരു ഏജന്റ് വഴി എത്തിച്ചതാണ് ഈ കുട്ടികളെ എന്നാണ് സംശയം. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വീട്ടുജോലിക്ക് നിർത്തുന്നത് 2 വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. ഭാനുപ്രിയക്കും സഹോദരനുമെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് റെയ്ഡ്. ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഒരു പുനരാലോചന നടത്തുന്നത് നന്നായിരിക്കും. ഗവൺമെൻറ് വിധി പരിശോധിക്കട്ടെ. പരിശോധിച്ചിട്ട് എന്തെങ്കിലും പോംവഴിയുണ്ടെങ്കിൽ
അതിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാണ്. എംപാനൽ ജീവനക്കാർ ഇനി കോടതി വിധിയെ ധിക്കരിക്കുന്ന ഒരു തീരുമാനമെടുക്കാൻ സർക്കാരിന് കഴിയുമോ എന്നൊരു നിയമപരമായ പ്രശ്നമുണ്ട്. ആ വിധി വകവെക്കാതെ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇപ്പോഴത്തെ നിലയിൽ ഗവൺമെൻറ്റിന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഈ യാഥാർത്ഥ്യബോധത്തോടുകൂടി എംപാനൽ ജീവനക്കാർ അവർ ഇപ്പോൾ നടത്തി വരുന്ന സമരത്തിൽ നിന്നും പിന്മാറാൻ കഴിയുമോ എന്നവരല്ല, പിന്മാറണമെന്ന് ഞാൻ അവരോട് ഉപദേശിക്കില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന മറ്റു മാർഗങ്ങളൊന്നും ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചുകൂടെ എന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. AK ശശീന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എംപാനൽ സമരക്കാർ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മറ്റ് വാർത്തകളിലേക്ക്. കരിപ്പൂർ വിമാനത്താവളത്തെ സർക്കാർ അവഗണിക്കുന്നുവെന്നാരോപിച്ചുള്ള അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കണ്ണൂർ വിമാനത്താവള വിഷയത്തിൽ സർക്കാർ അമിത താൽപര്യം കാണിക്കുകയും കരിപ്പൂരിൽ നിന്ന് സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയുമാണെന്ന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ ചൂണ്ടിക്കാണിച്ചു. എല്ലാ വിമാനത്താവളങ്ങളുടെ കാര്യത്തിലും സർക്കാരിന് ഒരേ സമീപനമായിരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. എന്നാൽ കരിപ്പൂർ വിമാനത്താവള വികസനത്തിനാവശ്യമായ സഹായം കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. വിമാനത്താവള വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ പ്രതിഷേധമുണ്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര ഇന്ന് വൈകുന്നേരം കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. വൈകുന്നേരം 5 മണിയോടെ പയ്യന്നൂരിൽ ജില്ലയിലെ ആദ്യ സ്വീകരണം നൽകും. കല്യാശ്ശേരിയിലെ സ്വീകരണത്തിന് ശേഷം തളിപ്പറമ്പിൽ ഇന്ന് യാത്ര സമാപിക്കും. നാളെ രാവിലെ ഇരിക്കൂറിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരായുള്ള യാത്ര ഈ മാസം 28-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. സീറ്റിന്റെ കാര്യത്തിൽ KM മാണി വഴങ്ങിയില്ലെങ്കിൽ പിളരാൻ ഉറപ്പിച്ച് ജോസഫ് വിഭാഗം. മാണിയെ വിട്ടാലും UDF വിടേണ്ട എന്നാണ് PJ ജോസഫിന്റെ തീരുമാനം. ലഭിച്ച രാജ്യസഭാ സീറ്റ് സിറ്റിംഗ് MP കൂടിയായ സ്വന്തം മകന് നൽകിയ മാണിയോട് വിട്ടുവീഴ്ച വേണ്ട. അത് PJ ജോസഫ് ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 2 സീറ്റെന്ന ആവശ്യത്തിൽ നിന്നും പതുക്കെ പിന്നോട്ടു പോകുന്ന KM മാണിയുടെ നിലപാടിനെ കാര്യമാക്കേണ്ട എന്നതാണ് ജോസഫ് വിഭാഗത്തിലെ ധാരണ. 12-ന് നടക്കുന്ന UDF ഉഭയകക്ഷി ചർച്ചയിലും സീറ്റ് ആവശ്യവുമായി മുന്നോട്ടു പോകും. UDF സീറ്റ് നൽകിയില്ലെങ്കിൽ നിലവിലെ കോട്ടയം സീറ്റ് തങ്ങൾക്ക് വേണമെന്ന ആവശ്യം ജോസഫ് വിഭാഗം മാണിക്ക് മുന്നിൽ വെക്കും. മാണി വഴങ്ങിയില്ലെങ്കിൽ പിളർ പുറപ്പ്. മാണിയെ വിട്ടാലും UDFിൽ തന്നെ തുടരാനാണ് ജോസഫ് വിഭാഗത്തിലുണ്ടായിരിക്കുന്ന ധാരണ. ജനാധിപത്യ കേരള കോൺഗ്രസിലുള്ളവർ വീണ്ടും ജോസഫിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല. ഇരുവിഭാഗവും നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസിൽ വീണ്ടും ഒരു പിളർപ്പുണ്ടാകുമെന്നതാണ് സൂചന. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ കേരള കോൺഗ്രസ് എമ്മിലെ പൊട്ടിത്തെറി കോൺഗ്രസിനും തലവേദനയായിട്ടുണ്ട്. ജയം ഉറപ്പിക്കാവുന്ന കോട്ടയത്തെ തമ്മിലടി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നതാണ് കോൺഗ്രസിന്റെ ആശങ്ക. ഏതായാലും 12-ന് നടക്കുന്ന ഉഭയകക്ഷി ചർച്ച കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നോട്ടു പോക്കിൽ നിർണായകമാണ്. G. ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. ആരാകും സ്ഥാനാർത്ഥി? ഇടുക്കിയിൽ ഇടത് സ്വതന്ത്രനായി സിറ്റിംഗ് MP ജോയ്സ് ജോർജ് തന്നെ ഇത്തവണയും മത്സരിച്ചേക്കും. ജോയ്സിന്റെ ഭരണ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തുന്ന പ്രചരണ ബോർഡുകൾ ഇതിനകം മണ്ഡലത്തിൽ നിരന്നു കഴിഞ്ഞു. എന്നാൽ മാണി ഗ്രൂപ്പിന്റെ അവകാശവാദം കൂടി എത്തിയതോടെ UDF സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിൽ അവ്യക്തത തുടരുകയാണ്. വികസന നേട്ടങ്ങൾ വിശദീകരിക്കുന്ന കൈപ്പുസ്തകം, MP-യുടെ പുഞ്ചിരി തൂകുന്ന മുഖവുമായുള്ള കൂറ്റൻ പ്രചരണ ബോർഡുകൾ എന്നിവ ഇടുക്കിയിൽ നിരന്നു കഴിഞ്ഞു. CPM നേതൃത്വത്തിൽ നിന്ന് മത്സരിക്കാനുള്ള പച്ചക്കൊടിയും ജോയ്സ് ജോർജിന് ലഭിച്ചതായാണ് സൂചന. മത്സരരംഗത്തുണ്ടാവുമോ എന്ന ചോദ്യത്തിന് MP-യുടെ മറുപടി ഇങ്ങനെ: ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ത് തീരുമാനമെടുത്താലും ഞാൻ ആ തീരുമാനത്തിന് ഒപ്പം നിൽക്കും. ഉമ്മൻചാണ്ടിയെ കളത്തിലിറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് നീക്കം. മാണി ഗ്രൂപ്പ് ഇടുക്കിക്കായി രംഗത്തെത്തിയത് UDFിൽ തലവേദനയായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മത്സരിച്ചില്ലെങ്കിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസിന് 2ാം ഊഴം ലഭിക്കും. സീറ്റ് കോൺഗ്രസിന് തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ നിഗമനം, ഞങ്ങളുടെ അറിവ്. അതുകൊണ്ട് ഏത് സ്ഥാനാർത്ഥി വന്നാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. NDAയുടെ സീറ്റ് BD ജെയ്സിനാവും. SNDPയുടെ നേതൃനിരയിലുള്ളവരെ കളത്തിലിറക്കി വോട്ട് വീതം വർദ്ധിപ്പിക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. ഇടുക്കിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. നിയന്ത്രണമില്ലാതെ കുതിക്കുന്ന സിമന്റ് വില
നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. അടിക്കടി വില കൂട്ടുന്ന കമ്പനികൾക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് സിമന്റ് വ്യാപാരികളും നിർമ്മാണ മേഖലയിലെ സംഘടനകളും. കേരളത്തിൽ മാത്രമുണ്ടാവുന്ന വിലക്കയറ്റം തടയാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നും പരാതിയുണ്ട്. 430 രൂപയിലെത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് സിമന്റിന്റെ വില. 50 മുതൽ 60 രൂപ വരെ വർധനവ്. പ്രളയ സെസ് കൂടെ വരുമ്പോൾ 4 രൂപ വീണ്ടും കൂടും. രാജ്യത്ത് ഏറ്റവും ഉയർന്ന സിമന്റ് വില കേരളത്തിലാണ്. അയൽ സംസ്ഥാനങ്ങളെക്കാൾ 100 രൂപയോളം കൂടുതൽ. നിയന്ത്രിക്കാൻ സംവിധാനങ്ങളില്ലാത്തത് അടിക്കടി വില കൂടാൻ കാരണമാവുന്നെന്ന് വ്യാപാരികൾ പറയുന്നു. അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനവും വിൽപ്പനയും നിർത്തിവെച്ചുള്ള പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് സംയുക്ത സംഘടനകളുടെ തീരുമാനം. പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമന്റ്സ് നിലവിൽ 4% മാത്രമാണ് വിപണിയിൽ ഇടപെടുന്നത്. കൃത്യമായി സംസ്ഥാന സർക്കാർ വിപണിയിൽ ഇടപെട്ട് സിമന്റ് വില നിയന്ത്രിക്കുന്നതിന് നടപടിയെടുക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ ഉൾപ്പെടെ സമീപിച്ച് നടപടികളെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാനത്ത് സിമന്റ് വില കുറയും. പ്രളയാനന്തരമുള്ള പുനർനിർമ്മാണങ്ങളെ അടക്കം വിലക്കയറ്റം ബാധിക്കും. ഏറ്റവും അധികം നിർമ്മാണം നടക്കുന്ന സമയത്ത് വില വർദ്ധിപ്പിക്കുന്നത് കരുതിക്കൂട്ടിയുള്ള നീക്കമാണെന്നും ആരോപണമുണ്ട്. ശരാശരി 9 ടൺ സിമന്റ് വിൽക്കുന്ന സംസ്ഥാനത്ത് നിന്ന് കമ്പനികൾ ഇനി ഒരു മാസം കൊണ്ട് 100 കോടിയോളം രൂപ അധിക ലാഭമുണ്ടാക്കും. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 6300 കോടി പിഴ ചുമത്തുന്ന സാഹചര്യം വരെയുണ്ടായി. എന്നിട്ട് പോലും കമ്പനികൾ വില വർധനവുമായി മുന്നോട്ട് പോവുകയാണ്. കമ്പനികളുടെ ഇത്തരം നടപടികൾക്കെതിരെ വ്യാപാര സംഘടനകളുടെയും നിർമ്മാണ മേഖലയിലെ മറ്റു സംഘടനകളുടെയും പ്രാതിനിധ്യത്തിൽ ഞങ്ങൾ നിർമ്മാണ ഉൽപ്പന്നങ്ങളുടെ പർച്ചേസ് നിർത്തും. പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമന്റ്സ് ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് വില പിടിച്ചു നിർത്താൻ ഇടപെടണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കോഴിക്കോട്. 3 ലക്ഷം രൂപയ്ക്ക് തിരുവനന്തപുരത്ത് ഫാൻസി നമ്പർ ലേലത്തിൽ പോയി. ഇന്ത്യയിൽ തന്നെ ഇത്ര ഉയർന്ന തുകയ്ക്ക് ഫാൻസി നമ്പർ പോകുന്നത് ഇതാദ്യമായാണ്. ദേവി ഫാർമ ഉടമ ബാലഗോപാലാണ് KL01 CK1 എന്ന നമ്പർ പോർഷെ കാറിന് വേണ്ടി 31 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയത്. തിരുവനന്തപുരം RTO ഓഫീസിലായിരുന്നു ലേലം. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. ഭൂമി കയ്യേറ്റ കേസിലെ ഹർജികൾ പിൻവലിക്കാൻ തോമസ് ചാണ്ടി ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി. കോടതി അടുത്ത ദിവസം വിധി പറയാനിരിക്കെയാണ് നടപടി. റിസോർട്ടിലേക്ക് നിലം നികത്തി റോഡ് നിർമ്മിച്ചുവെന്നാണ് തോമസ് ചാണ്ടിക്കെതിരായ കേസ്. മൂവാറ്റുപുഴ വാളകം ബ്രൈറ്റ് പബ്ലിക് സ്കൂളിലെ അധ്യാപകരെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം വിദ്യാർത്ഥികൾ തടഞ്ഞു. സ്കൂളിലെത്തിയ രക്ഷാകർത്താക്കളോട് പ്രിൻസിപ്പലും ഹെഡ്മാസ്റ്ററും അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു പരാതി. പ്രതിഷേധത്തെ തുടർന്ന് അധ്യാപകരെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് പിന്മാറി. മലപ്പുറം പൂക്കോട്ടൂർ അറവങ്ങരയിൽ വാഹനാപകടത്തിൽ 3 പേർ മരിച്ചു. കാർ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ചു മറിയുകയായിരുന്നു. പുലർച്ചെ 2:45 അപകടം. കാസർഗോഡ് ചിറ്റാരിക്കലിൽ വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 110 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. കുന്നംകൈ സ്വദേശി നൌഫലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ UAE-യിലെത്തി. മാനവ സാഹോദര്യ സംഗമത്തെ അഭിസംബോധന ചെയ്യുന്ന മാർപ്പാപ്പ അബുദാബി കിരീടാവകാശിയുമായി കൂടിക്കാഴ്ച നടത്തും. ചരിത്രത്തിലാദ്യമായാണ് ഒരു മാർപ്പാപ്പ ഉപഭൂഖണ്ഡത്തിലെത്തുന്നത്.